ഹായ് ഓൾ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ അതിശയകരമായ രീതിയിലുള്ള ടെക് ഇൻവെൻഷൻസിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരുമെന്ന് എനിക്ക് വളരെയധികം ഉറപ്പുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് കീ ബാഗ്. വാവ്, ഒരുപാട് രീതിയിലുള്ള ബാഗുകൾ യൂസ് ചെയ്ത് മടുത്തവർക്കായിട്ട് വേണ്ടി കണ്ടുപിടിച്ചൊരു സൂപ്പർ ബാഗാണ് കീ ബാഗ്സ്. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഉറപ്പായിട്ടും ഒരു സാധാരണ ബാഗ് അല്ല, ഇതൊരു സ്മാർട്ട് ബാഗ് എന്നത്. അതിൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ബാഗിന്റെ ബാക്ക് സൈഡിൽ വരുന്ന LED സ്ക്രീനാണ്. സോ ഇതൊരു സ്മാർട്ട് ബാഗ് ആയതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആനിമേഷൻസ് ആയാലും ടെക്സ്റ്റുകളായാലും ഇതിന്റെ ബാക്കിൽ ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ ഈ ബാഗ് യൂസ് ചെയ്തുകൊണ്ട് ഈവനിങ്സ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ വളരെയധികം ഭംഗിയുള്ള രീതിയിലുള്ള കാഴ്ചയായിരിക്കും ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ ഈ ബാഗിന് വെറും ലുക്സ് മാത്രമാണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമല്ല. ഇതിന്റെ ബാഗിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്കൊരു USB പോർട്ടും കിട്ടുന്നതായിരിക്കും. അതുവഴി നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിൽ റീചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. കാരണം ഈ ബാഗിനുള്ളിൽ ഒരു പവർ ബാങ്ക് ഇൻക്ലൂഡ് ചെയ്താണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ബാഗിന്റെ ബാക്ക് സ്ട്രാപ്പും ഇതിന്റെ ഡിസ്പ്ലേയിലുള്ള ലൈറ്റ്സും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കളറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. വളരെയധികം സൂപ്പർ ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ്. മാത്രമല്ല ഈ ബാഗിനുള്ളിൽ 4 പാനസോണിക്കിന്റെ റീചാർജ് ബാറ്ററികൾ അവർ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ബാഗിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ബാഗ് ബൈ ചെയ്യാനോ ഇല്ലെങ്കിൽ ഇത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനോ കഴിയുന്നതായിരിക്കും. കപ്പ് കൂളർ. ഈ ഒരു ഇൻവെൻഷൻ വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിലാവട്ടെ, നമ്മൾ പുറത്തു പോകുന്ന സമയങ്ങളിലാവട്ടെ, നമുക്ക് കൂളായിട്ട് എന്തെങ്കിലും കിട്ടണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. കാരണം ഈ ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ്. എന്നാൽ ആ ഒരു സമയങ്ങളിൽ നമുക്ക് ഫ്രിഡ്ജ് തേടി ഓടാൻ പറ്റത്തില്ലല്ലേ. മാത്രമല്ല ട്രാവൽ ചെയ്യുന്ന സമയങ്ങൾക്ക് നമുക്ക് ഐസ് ക്യൂബ് എടുത്തിട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഫ്യൂച്ചറിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. കാരണം സിമ്പിളായിട്ട് നമ്മൾ ഈ കപ്പ് വാങ്ങി വീട്ടിൽ വെക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പ്ലഗ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് അതിന്റെ മേളിൽ കപ്പ് വെച്ചാൽ മതി. വെറും 6 സെക്കൻഡിൽ തന്നെ ആ മെഷീൻ നിങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് കൂളായി തന്നെ തരുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ഒരു കപ്പ് കൂളർ വെച്ച് നമുക്ക് അപ് ടു 17 ഡിഗ്രി വരെ ഏത് രീതിയിലുള്ള കൂൾ ഡ്രിങ്ക്സ് വേണമെങ്കിലും കൂൾ ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ കൂൾ ചെയ്യുന്നതിന്റെ കൂളിംഗ് അപ് ടു 13 മിനിറ്റ്സ് വരെ നിൽക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു ഗാഡ്ജറ്റ് വളരെ ചെറുതായതുകൊണ്ടും വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും നമ്മൾ എവിടെ ട്രാവൽ ചെയ്താലും നമുക്ക് ഈസിയായി എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നതാണ്. മാത്രമല്ല ഈസിയായി പ്ലഗ് ചെയ്ത് 6 സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കൂൾ ഡ്രിങ്ക്സ് വേണമെങ്കിലും കൂൾ ചെയ്ത് കുടിക്കാനും കഴിയുന്നതാണ്. ശരിക്കും സൂപ്പർ തന്നെ അല്ലേ. എന്നാൽ ഇപ്പോഴത്തേക്ക് നമുക്കിതിൽ ഒരു കപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും ഫ്യൂച്ചറിൽ ഇതിൽ 4-5 കപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡൽ ഡിസൈൻ ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഇത് കണ്ടുപിടിച്ച ആൾക്കാർ പറയുന്നത്. നിങ്ങൾക്ക് ഈ കപ്പ് മേടിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇന്ത്യൻ രൂപ പകരം ഇതിന്റെ പ്രൈസ് വരുന്നത് 3500 രൂപയാണ്. ഓസ്ട്രേലിയൻ. ഈ ഒരു കണ്ടുപിടുത്തം വളരെ ഇൻട്രസ്റ്റിംഗും ഇന്നോവേറ്റിംഗും ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് തീർച്ചയായും പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോഴെല്ലാം നമ്മൾ മേളിലുള്ള സ്റ്റാർസിനെ രാത്രി നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ടെലസ്കോപ്പ് യൂസ് ചെയ്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്നാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു ഇൻവെൻഷൻ ആയിരിക്കും നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെലസ്കോപ്പാണ്. ഇത് നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ചാൽ മാത്രം മതി. ഏതൊരു ഡയറക്ഷനിലാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പിക്ചർ ആവശ്യമുള്ളത് ആ ഡയറക്ഷനിലേക്ക് തിരിച്ചു വെച്ചാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഡയറക്ഷനിലുള്ള പിക്ചർ ഇത് ക്യാപ്ചർ ചെയ്ത് നമ്മുടെ മൊബൈലിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ടാബിലേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അയച്ചു തരുന്നതായിരിക്കും. എന്നാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യൂ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അല്ല. ഇത് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ഇത് ഫോട്ടോ എടുക്കുന്ന എല്ലാ ഫോട്ടോയും നമുക്ക് സ്മാർട്ട് ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെൻഡ് ചെയ്ത് തരുന്നതാണ്. എന്നാൽ ടെലസ്കോപ്പ് നിന്ന് എടുക്കുകയാണെങ്കിൽ എല്ലാം തന്നെ വളരെ എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ. എന്നാൽ അതാണ് ഇതിലും വരുന്നത്. കാരണം ഇതിന്റെ ഇന്ത്യൻ പ്രൈസ് പ്രകാരം ഇതിന്റെ പ്രൈസ് വരുന്നത് 2.5 ലക്ഷം രൂപയാണ്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് ചെയ്യണമെന്നൊരു ആവശ്യം വരുന്നില്ല. കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു കാർ ഓടിക്കണമെങ്കിൽ കാർ ഓടിക്കാൻ പഠിച്ചിട്ട് ഓടിക്കണമെന്നുള്ള കാര്യമില്ല. കാരണം ടെസ്ല പോലുള്ള കമ്പനികൾ ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓടുന്ന കാറുകളെല്ലാം മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല നമുക്ക് വീട്ടു ജോലിക്ക് ഇപ്പോൾ ആളെ വെക്കുന്നത് പോലെ ഒരു റോബോട്ട് തന്നെ ആയിരിക്കും നമുക്ക് ഫ്യൂച്ചറിൽ വെക്കേണ്ടി വരുന്നത്. അത് എല്ലാ രീതിയിലുള്ള കുക്കിങ്സും ചെയ്തു തരുന്നതായിരിക്കും. നമ്മൾ കുക്കിംഗ് പഠിക്കണം എന്നുള്ളൊരു ആവശ്യമേ അവിടെ വരുന്നില്ല. സോ ഫ്യൂച്ചറിൽ മനുഷ്യരെല്ലാം മടിയന്മാരായിരിക്കും എന്നതിൽ ഒരു സംശയം വേണ്ട. കാരണം എല്ലാ കാര്യങ്ങളും റോബോട്ട് തന്നെയാണ് ഈസിയായി ചെയ്തു തരുമ്പോൾ നമ്മൾ എന്തിനാണ് ശരീരം കൊണ്ടനങ്ങി ഒരു ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ഹാപ്പിനെസ് തരുന്നുവെങ്കിലും കുറച്ച് രീതിയിലുള്ള പേടികളൊക്കെ നമ്മുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. കാരണം ടെക്നോളജിയാണ്. എയർവെയർ മഗ് ശരിക്കും ഇതൊരു അടിപൊളി ഇൻവെൻഷൻ ആണെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ആറിയ ആഹാരങ്ങൾ ആർക്കും തന്നെ ഇഷ്ടമില്ല അല്ലേ. നമ്മൾ ചായ ആയാലും ഹോട്ട് ഡ്രിങ്ക്സ് ആയാലും നമ്മളെല്ലാം
ചൂടായിട്ട് തന്നെ ആയിരിക്കും കുടിക്കുന്നത്. ആറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. എന്നാൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഒരു സാധാരണ കപ്പിനെ സ്മാർട്ട് കപ്പായി മാറ്റിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചൊരു ഇൻവെൻഷനാണ് എംപയർ മഗ്. ഇത് പുറത്തു നിന്ന് കാണാൻ ഒരു സാധാരണ മഗ് പോലെ തന്നെ ആയിരിക്കും കാഴ്ചയിൽ. നമ്മൾ ഇതിലൊരു ചൂട് കോഫി ഒഴിച്ചു വെക്കുകയാണെങ്കിൽ അപ് ടു അരമണിക്കൂർ വരെ ഇതിന്റെ ചൂട് അതിലുണ്ടാകുമെന്നാണ് പറയുന്നത്. അതെങ്ങനെ സാധ്യമാവും? കാരണം ഇതൊരു ഫ്ലാസ്ക് അല്ല, ഇതിന്റെ മേൽഭാഗവും ഓപ്പൺ ആണ്. പിന്നെ എങ്ങനെ ഇതിന്റെ ചൂട് നിലനിൽക്കുമെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഈ മഗ് നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്താൽ മാത്രം മതി. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ ടെമ്പറേച്ചർ ആ മഗ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ആ മഗ്ഗിലുള്ള ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ആ മഗ്ഗിലുള്ള ടെമ്പറേച്ചർ കുറയുന്നു എന്നൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ആ മഗ് എപ്പോഴും അയച്ചുകൊണ്ടിരിക്കും. അതിന് കാരണം ഈ മഗ്ഗിന് മേൽഭാഗത്തായിട്ട് വരുന്ന സെൻസറാണ്. നമ്മൾ ഈ മഗ്ഗിലേക്ക് ഹോട്ട് കോഫി ഒഴിക്കുമ്പോൾ തന്നെ ഈ സെൻസർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും കോഫിയെ ഹീറ്റ് ചെയ്യാനും തുടങ്ങും. അത് മാത്രമല്ല 5 മുതൽ 10 സെക്കൻഡ് വരെ ആരും ഈ മഗ് തൊടാതിരിക്കുകയാണെങ്കിൽ, ആരും ഈ മഗ് യൂസ് ചെയ്യുന്നില്ല എന്ന് അത് തനിയെ സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മഗ് ഓഫ് ആവുന്നതുമാണ്. മാത്രവുമല്ല, ഈ മഗ് നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് ഇതിന്റെ കൂടെ ഒരു വയർലെസ് പ്ലേറ്റ് ചാർജർ അത് യൂസ് ചെയ്ത് നമുക്ക് ഈ മഗ്ഗിനെ ചാർജ് ചെയ്യാനും കഴിയുന്നതായിരിക്കും. ഇത്രയൊക്കെ ആയാലും ഇതൊരു സ്മാർട്ട് കപ്പാണ്. ഇതിന്റെ മെയിൻ്റനൻസും വാഷിങ്ങും കുറച്ച് പാടായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്യാം. സാധാരണ പൈപ്പിൽ യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്ത് തന്നെ നമുക്കിത് വാഷ് ചെയ്യാം. യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാകില്ല എന്നതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ്. ഇന്ത്യൻ മണി വാല്യൂ പ്രകാരം ഇതിന്റെ പ്രൈസ് വരുന്നത് 7000 രൂപയാണ്. ഈ മഗ്ഗിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വേണം, നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ഡിസ്ക്രിപ്ഷനിലിരിക്കുന്ന ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് പോയി നോക്കാവുന്നതാണ്. നാനോബുക്ക് 2.0 ഒരു നോട്ട്ബുക്ക് ഇത്രയും അത്ഭുതകരമായി ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മളെ കൊണ്ട് ആലോചിക്കുന്ന രീതിയിൽ ഇൻവെൻഷൻ ചെയ്തൊരു നോട്ട്ബുക്കാണിത്. എന്നാൽ നോട്ട്ബുക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ സ്കൂളിൽ യൂസ് ചെയ്യുന്ന പോലത്തെ വലിയ രീതിയിലുള്ള നോട്ട്ബുക്ക് അല്ല, നമ്മൾ പോക്കറ്റിൽ വെച്ച് യൂസ് ചെയ്യുന്ന സാധാരണ നാനോ സൈസിലുള്ള നോട്ട്ബുക്സ് ആണ് ഇത്. നോട്ട്ബുക്കിൽ എന്താണ് പ്രത്യേകതകൾ വരാൻ പോകുന്നത്? എല്ലാ നോട്ട്ബുക്കും ഒരുപോലെയാണെന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, എന്നാൽ ഈ നോട്ട്ബുക്ക് നമുക്ക് വെള്ളത്തിനുള്ളിൽ വെച്ച് യൂസ് ചെയ്യാനും കഴിയുന്നതാണ്. മാത്രമല്ല, തീ ഉപയോഗിച്ച് ഇതിനെ കത്തിക്കാൻ ശ്രമിച്ചാലും കഴിയുന്നതല്ല. മാത്രമല്ല, ഇതിന് മേൽ വലിയ രീതിയിൽ ചുറ്റിയിൽ വെച്ച് അടിച്ചാൽ പോലും ഈ നോട്ട്ബുക്കിന് ഒന്നും ആകത്തില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. എന്താണ് ഇവ മണ്ടത്തരങ്ങൾ മാത്രം പറയുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. സാധാരണ നോട്ട് പേപ്പേഴ്സ് ഉണ്ടാക്കുന്നത് മരങ്ങളുടെ പൾപ്പ് യൂസ് ചെയ്തിട്ടാണ്. എന്നാൽ ഈ നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും നോർമൽ പേപ്പേഴ്സ് ഉണ്ടാക്കുന്ന പോലെ മരത്തിന്റെ പൾപ്പ് വലിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. കല്ലുണ്ടല്ലോ, അതായത് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് ഈ പേപ്പേഴ്സ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ സ്റ്റോണും കാൽസ്യം കാർബണേറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ പേപ്പർ രൂപീകരിച്ചെടുക്കുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ നോട്ട്ബുക്കിൽ നമുക്ക് പേന വെച്ച് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ പിൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കല്ലായിക്കോട്ടെ, കോയിൻസ് ആയിക്കോട്ടെ, ഏത് വേണമെങ്കിലും നമുക്ക് ഈ പേപ്പറിൽ വെച്ച് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് നമ്മുടെ സാധാരണ നോട്ട്ബുക്ക് പോലെ വലിയ രീതിയിൽ തയ്യാറാക്കാൻ അവർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്ത് പേപ്പറിനായി നമ്മൾ മരങ്ങൾ വെട്ടേണ്ട ആവശ്യമില്ല. സോ മാക്സിമം ഡീഫോറസ്റ്റേഷൻ നമുക്ക് കുറയ്ക്കാൻ കഴിയും എന്ന് തന്നെ പറയാം. എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ഇത്. സ്കാൻ മാർക്കർ വേറെ ലെവൽ കണ്ടുപിടുത്തം എന്ന് തന്നെ പറയാം. കാരണം ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇനി നമ്മൾ സ്കൂളിലും കോളേജിലും പോകുന്ന സമയങ്ങളിൽ നമ്മൾ പേന എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് ഈ പേന അല്ലെങ്കിൽ ഈ മാർക്കർ എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സ് തരുന്ന നോട്ടിൽ ലൈറ്റായിട്ട് ഇത് ഈ പേന വെച്ച് മൂവ് ചെയ്താൽ മാത്രം മതി. എല്ലാം തന്നെ നമ്മുടെ ഫോണിലേക്ക് കോപ്പി ആവുന്നതായിരിക്കും. സോ നമുക്കത് ഈസിയായി തന്നെ പ്രിന്റ് എടുത്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നമ്മൾ നോർമലി കഷ്ടപ്പെട്ട് എഴുതി സമയം കളയുന്നത് പോലെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പെൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മാത്രം മതി, എല്ലാം തന്നെ കോപ്പി ആകും. അത് നമുക്ക് പ്രിന്റ് എടുക്കാൻ കഴിയുന്നതായിരിക്കും. മാത്രമല്ല, ഈ പെന്നിന്റെ ആയാലും മാർക്കറിന്റെ ആയാലും പ്രിന്റിംഗ് ആക്യുറസി വന്നിട്ട് വളരെയധികം ഹൈ ക്വാളിറ്റിയിൽ തന്നെയായിരിക്കും. നമുക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് അല്ലാതെ മറ്റ് ലാംഗ്വേജിലുള്ള ബുക്സുകളായാലും ആർട്ടിക്കിളായാലും നമ്മൾ ഈ പെന്ന് വെച്ച് ജസ്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ എല്ലാം തന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് തരുന്നതായിരിക്കും. ഈ പെന്നിൽ ടോട്ടൽ 2 മോഡൽസ് ആണ് വരുന്നത്. ഒന്ന് വയർ മോഡൽ, ഒന്ന് വയർലെസ് മോഡൽ. ഇതിൽ നമ്മൾ വയർലെസ് മോഡൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പേന യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. നമുക്കൊരു പേന പോലെ തന്നെ ഇത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ വിലയാണ് കുറച്ചധികം വരുന്നത്. ഇന്ത്യൻ മണി വാല്യൂ പ്രകാരം ഇതിന്റെ രൂപ എന്ന് പറയുന്നത് 7000 രൂപയാണ്. എന്നാൽ വൈൽഡ് മോഡൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ വില വരുന്നത് 4200 രൂപയാണ്. എഴുതാനായി 7000 രൂപയുടെ പേന ആവശ്യമില്ല എന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, പക്ഷേ നമ്മൾ സാധാരണ പെന്നിൽ സ്കാനർ ഉണ്ടാകത്തില്ല, ഇതിന് സ്കാനർ ഉണ്ടാകും. അതാണ് ഇതിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ വീഡിയോയിലേക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയും പുതിയൊരു സബ്ജക്റ്റുമായി ഞാൻ വീണ്ടും വരയ്ക്കും. ബൈ.